നമസ്കാരം. ഇന്ന് ഞാൻ ചെയ്യുന്നത് വരക് അരി അല്ലെങ്കിൽ കോഡോ മില്ലറ്റ് ഉപയോഗിച്ച് മൺകലത്തിൽ എങ്ങനെയാണ് ചോറ് തയ്യാറാക്കുക എന്നുള്ളതാണ്. മുമ്പ് ഇതുപോലെ തന്നെ മില്ലറ്റ്സിൻ്റെ ഒരുപാട് റെസിപ്പീസ് ഞാൻ ഷെയർ ചെയ്തിരുന്നു. മില്ലറ്റ്സ് എങ്ങനെയാണ് ശരിയായ രീതിയിൽ കഴിക്കേണ്ടതെന്നും അതുപോലെ തന്നെ പോളിഷ്ഡ് മില്ലറ്റും അൺപോളിഷ്ഡ് മില്ലറ്റും എങ്ങനെ തിരിച്ചറിയാമെന്നും അതുപോലെയുള്ള ഒത്തിരി വീഡിയോസ് മില്ലറ്റ്സിനെ കുറിച്ച് ഞാൻ മുമ്പ് ചെയ്തിട്ടുണ്ട്. മില്ലറ്റ് റെസിപ്പീസ് എന്നുള്ള ഈ ചാനലിലുള്ള പ്ലേലിസ്റ്റ് ചെക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് അതിൽ എല്ലാ മില്ലറ്റ് റെസിപ്പീസും കാണാനായിട്ട് സാധിക്കും. അപ്പോൾ അത് കാണാത്തവരാണെങ്കിൽ ആദ്യം അതൊന്ന് കണ്ടതിന് ശേഷം ഈ വീഡിയോ കാണാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഇതാണ് വരക്, കോഡോ മില്ലറ്റ് എന്ന് പറയും ഇംഗ്ലീഷിൽ. ഇത് കാണുമ്പോൾ ചെറുതായിട്ട് ഒരു ചുവപ്പ് നിറത്തിലേക്കാണ് വരിക. പക്ഷേ നമ്മൾ പോളിഷ്ഡ് മില്ലറ്റ് ഉപയോഗിക്കുന്നവരാണെങ്കിൽ പ്യുവർ വൈറ്റ് കളറിൽ തന്നെയായിരിക്കും ഇരിക്കുക. അതുകൊണ്ട് തന്നെ അൺപോളിഷ്ഡ് മില്ലറ്റ് ഉപയോഗിക്കുന്നതാണ് എപ്പോഴും നല്ലത്. ഇനിയിപ്പോൾ അൺപോളിഷ്ഡ് മില്ലറ്റ് നിങ്ങൾക്ക് കിട്ടാറില്ലെങ്കിൽ ഞാൻ വാങ്ങുന്ന ബ്രാൻഡിൻ്റെ ലിങ്ക് ഈ വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. മില്ലറ്റ് കഴിക്കുമ്പോൾ അത് ശരിയായ രീതിയിൽ ദഹിക്കണമെങ്കിൽ 6 മുതൽ 8 മണിക്കൂർ വരെ അത് കുതിർത്തെടുത്തതിന് ശേഷം വേണം ഉപയോഗിക്കാൻ. അപ്പോൾ നമുക്കിത് ആദ്യം ഒന്ന് കഴുകിയെടുക്കാം. ഇതിന് ചെറുതായ ഒരു ചുവപ്പ് നിറം ഉള്ളത് കൊണ്ട് തന്നെ കഴുകിയെടുക്കുമ്പോൾ വെള്ളം നല്ല ഡാർക്ക് കളറിലായിരിക്കും വരിക. അത് പേടിക്കാനൊന്നുമില്ല, നാച്ചുറലാണ്. ഇനി അതിന് ശേഷം നമ്മളിത് വെള്ളമൊഴിച്ച് കുതിർക്കാൻ വെക്കണം. മില്ലറ്റ് കുതിർക്കാൻ അല്ലെങ്കിൽ പാചകം ചെയ്യാൻ ഉപയോഗിക്കുന്ന വെള്ളം കോപ്പർ പാത്രങ്ങളിൽ സൂക്ഷിച്ച വെള്ളമാണെങ്കിൽ ഗുണം കുറച്ചും കൂടിയും കൂടും. ഇതിപ്പോൾ ഓൾറെഡി ഞാൻ സോക്ക് ചെയ്തെടുത്തു. ഇത് 8 മണിക്കൂർ സോക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇതുപോലെ വെള്ളം നല്ല റെഡ് കളറിലാണ് വന്നത്. അപ്പോൾ അത് പേടിക്കാനൊന്നുമില്ല. കോഡോ മില്ലറ്റ് ആകുമ്പോൾ അത് നാച്ചുറലായിട്ട് അങ്ങനെ തന്നെയാണ് വരിക. ഇതിപ്പോൾ 1 കപ്പ് മില്ലറ്റിന് 2.5 കപ്പ് വെള്ളം ഒഴിച്ചാണ് ഞാൻ കുതിർത്തെടുത്തിരിക്കുന്നത്. ഇനി ഇതേ വെള്ളത്തിൽ തന്നെയാണ് നമ്മൾ ഈ മില്ലറ്റ് കുക്ക് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്കിത് കുക്ക് ചെയ്യാൻ തുടങ്ങാം. ആദ്യം അടുപ്പിലൊരു മൺപാത്രം വെച്ച് അതിലേക്ക് മില്ലറ്റ് കുതിർക്കാൻ ഉപയോഗിച്ച വെള്ളം ചേർത്ത് കൊടുക്കാം. 2.5 കപ്പ് വെള്ളം. ഇനി ഇത് നന്നായിട്ടൊന്ന് തിളച്ച് വരുമ്പോഴാണ് നമ്മൾ മില്ലറ്റ് ചേർത്ത് കൊടുക്കുക. ഈ മില്ലറ്റ് കുതിർത്തെടുത്ത് കഴിഞ്ഞപ്പോൾ കണ്ടില്ലേ, ഇതുപോലെയായി. അതിൻ്റെ ആ റെഡ് കളറൊക്കെ നന്നായിട്ട് കുറഞ്ഞു. ഇനി വെള്ളം ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമ്മൾ കുക്ക് ചെയ്തെടുക്കാൻ. അപ്പോൾ ഇത് ഒന്ന് അടച്ച് വയ്ക്കണം. അതിനു മുമ്പ് നമുക്കിതിലേക്ക് ഓയിൽ ചേർത്ത് കൊടുക്കണം. ബുൾ ഡ്രിവൺ ഓയിലാണ് ശരിക്കും ചേർക്കേണ്ടത്. അപ്പോൾ അതൊന്നും ഇവിടെ കിട്ടാനില്ലാത്തതുകൊണ്ട് ഞാൻ കോൾഡ് പ്രസ്ഡ് ഓയിൽ ചേർക്കുകയാണ്. ഇനി ഇതൊന്നും നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നമുക്കൊന്ന് അടച്ച് വെച്ച് ഈ വെള്ളം ഒന്ന് നന്നായിട്ട് തിളപ്പിച്ചെടുക്കാം. ഇതിപ്പോൾ വെള്ളം നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ മാറ്റി വെച്ച മില്ലറ്റ് ചേർത്ത് കൊടുക്കാം. ഈ മില്ലറ്റ് ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. നന്നായി ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം അടച്ച് വെച്ച് നമുക്കിത് വേവിച്ചെടുക്കണം. അടച്ചു വയ്ക്കുമ്പോൾ മുഴുവനായിട്ട് അടച്ചു വയ്ക്കാതെ ചെറിയ ഒരു ഗ്യാപ്പ് ഇട്ടിട്ട് വേണം അടച്ചു വയ്ക്കാൻ. ഇടയ്ക്ക് ഇതുപോലെ തുറന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം, അല്ലെങ്കിൽ ഇത് അടി പിടിക്കാനുള്ള സാധ്യതയുണ്ട്. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമ്മളിത് പാചകം ചെയ്തെടുക്കാൻ. ഇടയ്ക്ക് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. വെള്ളം വറ്റാൻ തുടങ്ങിയിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ ഉപ്പ് ചേർക്കാറില്ല പാചകം ചെയ്യുമ്പോൾ. നിങ്ങൾക്ക് ഉപ്പ് വേണമെന്നുള്ളവരാണെങ്കിൽ ഈ കുക്ക് ചെയ്യുമ്പോൾ ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായി മൂടി വെച്ച് കുക്ക് ചെയ്തെടുക്കാം. ഇതിപ്പോൾ ഒരുവിധം വെള്ളം വറ്റി വന്നിട്ടുണ്ട്. ഇനി കുറച്ചുകൂടി വെള്ളം വറ്റാനേ ഉള്ളൂ. അപ്പോൾ അത് വെള്ളം വറ്റുന്നത് വരെ ഒരുവിധം വെള്ളം വറ്റി കഴിയുമ്പോൾ നമുക്ക് ഇതുപോലെ ഓഫ് ചെയ്ത് വയ്ക്കാം. ഇനി ഇത് നന്നായി അടച്ച് വെച്ച് ഒരു 10 മിനിറ്റ് വയ്ക്കുകയാണെങ്കിൽ ഇതിൻ്റെ വെള്ളമൊക്കെ പോയി കറക്റ്റ് പരിവായി വന്നത്. മില്ലറ്റ് എപ്പോഴും ഇതുപോലെ ഓപ്പൺ വെസലിൽ കുക്ക് ചെയ്യുന്നതാണ് നല്ലത്. നിങ്ങൾക്ക് മൺപാത്രം അല്ലെങ്കിൽ ഏതെങ്കിലും സ്റ്റീൽ പാത്രത്തിൽ ഇതുപോലെ തന്നെ കുക്ക് ചെയ്തെടുക്കാം. കുക്കർ കഴിവതും ഒഴിവാക്കുന്നതാണ് നല്ലത്. ഇടയ്ക്കിടയ്ക്ക് എടുത്ത് ഇളക്കി കൊടുക്കാൻ മറക്കരുത്, അല്ലെങ്കിൽ അടിപിടിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. നമ്മളിത് ഓഫ് ചെയ്ത് വെച്ചിട്ട് ഒരു 10 മിനിറ്റ് ആയി. നമുക്കിതിന് ചെക്ക് ചെയ്ത് നോക്കാം. ഇത് ഇളക്കാനായിട്ട് ഫോർക്ക് ഉപയോഗിക്കുന്നതാണ് നല്ലത്. ഫോർക്ക് ഉപയോഗിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ മില്ലറ്റ് റൈസ് ഇതുപോലെ നല്ല ഫ്ലഫി ആയിട്ട് കിട്ടും. അപ്പോൾ നമ്മുടെ മില്ലറ്റ് ചോറ് റെഡി ആയിട്ടുണ്ട്. നമ്മൾ സാധാരണ ചോറിന് ഉപയോഗിക്കുന്ന കറികളുടെ കൂടെയൊക്കെ
കഴിക്കാം. കൂട്ടിയിട്ട് വലിയ ഡിഫറൻസ് ഒന്നും അറിയില്ല. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഇനി ഇതുപോലുള്ള റെസിപ്പീസായിട്ട് ഞാൻ വരാം. അതുവരേക്കും നന്ദി, നമസ്കാരം.